മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമായിരിക്കണം. മറ്റു വിഷയങ്ങളെല്ലാം അതിനുശേഷമാണ് വരിക. കേരളം പോലെ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും മതനിരപേക്ഷതയ്ക്ക് ഭംഗം വരാതെ സമൂഹം മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത, അത്തരം കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ സജീവമായ ചർച്ചയ്ക്ക് വിഷയമാവും, സ്വാഭാവികമാണ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്വം വികസനവും ക്ഷേമവും ചർച്ച ചെയ്യുക, അത് സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുക, അത്തരം വിഷയങ്ങളിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ ഉയർന്നു വരിക എന്നതാണ്. എന്നാൽ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ, വിവാദ കോലാഹലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ മുക്കാനാണ് ഞങ്ങളെ എതിർക്കുന്നവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ എത്തി നിൽക്കുമ്പോൾ UDFിന്റെയും മറ്റും നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഒരു വിഷയത്തെയും ആഴത്തിൽ പരിശോധിക്കാൻ തയ്യാറാവാതെ തെറ്റായ ഒരു പൊതുബോധം വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. 2 ടേമായി LDF ഭരിക്കുകയല്ലേ, ഇനിയൊരു മാറ്റം ഉണ്ടാവട്ടെ, ഒരു ടേം UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും LDFന് തിരിച്ചു വരാമല്ലോ, ഈ നിലയിലാണ് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പുതിയ സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി ഭരിക്കുന്നത് നല്ലതല്ല, ഇങ്ങനെ മാറി മാറി ഭരിക്കണം, അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണം എന്നാണ്. കോൺഗ്രസും BJPയും ഈ പ്രചരണമാണ് ഏറ്റെടുത്ത് നടന്നത്. എന്നാൽ പ്രത്യക്ഷമായ അത്തരം രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യാത്ത ചിലരും ഇത്തരം പ്രചരണങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ഇത്തരം പ്രചാരവേല തെറ്റായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ നിലവിൽ കേരളത്തിൽ LDF സർക്കാർ ഭരണരംഗത്ത് ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളും മികവും വളർച്ചയും കാണാൻ സാധിക്കും. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുടെ സ്ഥിതികളുമായി താരതമ്യം ചെയ്താൽ, രാജ്യത്തെ പൊതുസ്ഥിതിയുമായി താരതമ്യം ചെയ്താൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. LDF ഗവൺമെന്റ് മാറുകയല്ല വേണ്ടത് എന്ന് വസ്തുതകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടി എന്നാണ് ഒരു കണക്ക് കാണുന്നത്. 93,000 മറ്റോ. 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ അടച്ചുപൂട്ടി. അതൊരു നയത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും എല്ലാം ഇതുപോലെ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കോൺഗ്രസും BJPയും ഈ കാര്യത്തിൽ ഒരേ നയമാണ് പിന്തുടരുന്നത്. ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടുക, കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ സ്കൂളുകൾ പൂട്ടുക, ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ അടച്ചുപൂട്ടുക. ഈ നിലപാട് കോൺഗ്രസും BJPയും ഒരേപോലെ സ്വീകരിച്ചതായി കാണാൻ പറ്റും. 2016 അധികാരത്തിൽ നിന്ന് UDF ഒഴിയുമ്പോൾ കേരളത്തിലെ 40% സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ UDF ഗവൺമെന്റിൽ ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന നിലപാട് കൈക്കൊള്ളുകയും അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുകയും അപ്പോൾ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർന്നു വരികയും ചെയ്ത് നമുക്കറിയാം. കോഴിക്കോട് ഒരു സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടാൻ തുടങ്ങിയപ്പോ, എയ്ഡഡ് സ്കൂളാണ് തോന്നുന്നു, അടച്ചുപൂട്ടാൻ തുടങ്ങിയപ്പോ അത് തടയുകയും പിന്നീട് ജനപങ്കാളിത്തത്തോടെ പ്രദീപ് കുമാർ MLA നേതൃത്വത്തിലെല്ലാം അത് ഒരു ലോകോത്തര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത്, 2016 LDF ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പകുതി സർക്കാർ വിദ്യാലയങ്ങൾ ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ടാവും എന്നതാണ് സ്ഥിതി. 40% വിദ്യാലയങ്ങൾ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം പോലും പൂട്ടിയിട്ടില്ല. രാജ്യത്ത്
ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടിയപ്പോഴാണ് കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചപ്പോഴാണ് കേരളത്തിൽ വ്യത്യസ്തമായ ഒരു നയം LDF ഉയർത്തിപ്പിടിച്ചത്. ഇതാണ് LDFും UDFും BJPയും ഒക്കെ തമ്മിലുള്ള നയങ്ങളുടെ വ്യത്യാസം. ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ കാണാൻ പാടില്ല. കുട്ടികളുടെ എണ്ണം അല്പം കുറഞ്ഞാലും സ്കൂളുകൾ അടച്ചു പൂട്ടരുത്. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ ഉള്ളുവെങ്കിലും അവരെ പഠിപ്പിക്കണം. ആ 10 കുട്ടികൾ നാളെ സമൂഹത്തിൽ ആരായി വളരുമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. പണ്ട് കോട്ടയത്ത് ഉഴവൂരിലെ ഒരു ഓലമേഞ്ഞ സർക്കാർ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറിയത്. ഒരു സ്കൂൾ പൂട്ടിയാൽ അവിടുത്തെ കുട്ടികൾ പിന്നെ എന്ത് ചെയ്യും? എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലാണ് പുതിയൊരു സ്കൂളിലെത്തുക? അവരിൽ ചിലർക്കെങ്കിലും പഠനം അവസാനിപ്പിക്കേണ്ടി വരില്ലേ? ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള ചോദ്യമാണ്. ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കാൻ കാരണം, ഇനിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നിഷ്കളങ്കമായി പറയുന്നവർ എന്നെങ്കിലും കേരളത്തിൽ UDFന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ, ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല, എന്നെങ്കിലും വന്നാൽ അന്നാരംഭിക്കും രാജ്യത്ത് മറ്റെല്ലായിടങ്ങളിലും എന്ന പോലെ സ്കൂളുകൾ അടച്ചുപൂട്ടൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകുതി സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്നത് UDFന്റെ നയമാണ്. സ്കൂളുകൾ പൂട്ടുന്ന ഒരു മാറ്റമാണോ ഒരു മാറ്റം വേണമെന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ടൊരു കാര്യം മാത്രമല്ല. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി. ഞങ്ങളെ കാണുമ്പോൾ പലരും നിവേദനങ്ങളുമായിട്ട് വരാറുണ്ട്. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 300 പേർക്ക് നിയമനം കിട്ടി, ഇനി ഒരു 50 പേർക്ക് കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടി കിട്ടും, അതുകൊണ്ട് നിയമനം വേഗത്തിലാക്കണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യയിൽ PSC വഴി 100 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമ്പോൾ അതിൽ 60-ൽ പരം ജോലികൾ ലഭിക്കുന്ന 60-ൽ പരം പേർക്ക് ജോലി ലഭിക്കുന്നത് കേരളത്തിലാണ്. എത്ര അവിശ്വസനീയമാണ് ഈ കണക്ക്! ഇന്ത്യ എന്ന വലിയൊരു രാജ്യം, കേരളത്തിന്റെ 4 ഇരട്ടിയും ഒക്കെ വലിപ്പമുള്ള മറ്റ് ചില സംസ്ഥാനങ്ങൾ, പക്ഷേ 100 പേർക്ക് സർക്കാർ ജോലി കിട്ടുമ്പോൾ 60-ൽ കൂടുതൽ കേരളത്തിലാണ്. ജനസംഖ്യ പരിശോധിച്ചാലോ, ഇന്ത്യൻ ജനസംഖ്യയുടെ 3% ഇല്ല കേരളത്തിലെ ജനസംഖ്യ. ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ 100 ചെറുപ്പക്കാർക്ക് ഇന്ത്യയിൽ PSC വഴി ജോലി കിട്ടുമ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ടത് 2-2.5 പേർക്കാണ്, ലഭിക്കുന്നത് 60-ൽ കൂടുതൽ പേർക്കാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഉത്തരം ലളിതമാണ്. കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായ PSC നിയമനങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു. നിയമനങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. അത്യാവശ്യം ചില നിയമനങ്ങൾ നടക്കുന്നത് കരാർ നിയമനമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജോലി പോലെ തുച്ഛമായ ദിവസക്കൂലിക്ക് കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ ജോലിക്ക് വയ്ക്കും. ശമ്പളം, പെൻഷനോ കൃത്യമായ ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നാളെ ജോലിയില്ലെന്ന് പറഞ്ഞാൽ ഇല്ല. PSC വഴിയുള്ള സർക്കാർ നിയമനങ്ങൾ ഇന്ത്യയിൽ ഒരു പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 100 നിയമനത്തിൽ 60ഉം കേരളത്തിൽ നടക്കുന്നത്. 2 ടേമായി ഭരിക്കുകയല്ലേ, ഇനി ഒരു മാറ്റം ഉണ്ടാവണമെന്ന് പറയുന്നവർ PSC നിയമനങ്ങൾ നടക്കാത്ത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം പോലെ കേരളമാകണം എന്നാണോ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ 3 ലക്ഷം യുവതി യുവാക്കളാണ് സർക്കാർ ജോലിക്കാരായി മാറിയത്. നമ്മുടെ രാജ്യത്ത് ഇതൊരു അത്ഭുതമാണ്. അപ്പൊ ഈ സാഹചര്യം മാറണം എന്നാണോ ഇത്തരം ആളുകൾ ഉദ്ദേശിക്കുന്നത്? ലൈഫ് ഭവന പദ്ധതി 5 ലക്ഷത്തിൽ പരം വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യരുടെ സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. UDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് അത് പുനഃപരിശോധിക്കുന്നതാണ്. മുൻപ് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഈ പദ്ധതി പിരിച്ചുവിടും എന്നാണ്. ഭവനരഹിതർക്ക് വീട് കിട്ടാത്ത മാറ്റമുണ്ടാവണം എന്നാണോ ഇനി ഒരു ടേം UDF ഭരിക്കണം എന്നൊക്കെ വാദിക്കുന്നവർ സ്വപ്നം കാണുന്നത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 200 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ എണ്ണം ഉണ്ടായിരുന്നില്ല 10 കൊല്ലം മുമ്പ് UDF ഭരിക്കുമ്പോൾ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 200 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 42 എണ്ണം ഈ കേരളത്തിൽ നിന്നുള്ളതാണ്. പഴയ നിലയിലേക്ക് മാറണം എന്നാണോ, മാറ്റം വേണം എന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായി
പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തി ഇരുട്ടിലേക്ക് കേരളം പോകുന്ന സാഹചര്യമായിരുന്നു UDF ഭരണകാലത്ത്. ഇപ്പൊ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. കൊച്ചി ഇടമൺ പവർ ഹൈവേ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചത് ഈ സർക്കാർ പൊടിതട്ടിയെടുത്ത് യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ് പ്രധാനമായും ഈ മാറ്റം ഉണ്ടായത്. ഇനി പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായി കേരളം മാറണോ? അതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്നു. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയുണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനം ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എന്നാണ് വാർത്ത കാണുന്നത്. കേരളത്തിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന മാറ്റമാണോ ഉണ്ടാവേണ്ടത് എന്നതാണ് ചോദ്യം. അവിടെ തുച്ഛമായ ക്ഷേമ പെൻഷൻ 25 മാസമായി കുടിശ്ശികയാണ് എന്നാണ് വാർത്ത. 2 വർഷവും 1 മാസവും. പെൻഷനും ശമ്പളവും മുടങ്ങുന്ന കോൺഗ്രസ് മാതൃക കേരളത്തിൽ വരണം എന്നാണോ ഈ വാദമുയർത്തുന്നവർ മുൻപോട്ട് വെക്കുന്നത്? ഇങ്ങനെ ഓരോ മേഖല എടുത്താലും കേരളം നമ്മുടെ രാജ്യത്തിന് വഴികാട്ടുന്ന വിധം അഭിമാനകരമായ വളർച്ചയുടെ പാതയിലാണ് എന്ന് കാണാൻ കഴിയും. വ്യത്യസ്തമായ നയമാണ്, സമീപനമാണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാവിയിൽ എന്നെങ്കിലും കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അന്ന് കേരളത്തിലെ സ്കൂളുകൾ പൂട്ടാൻ ആരംഭിക്കും. കാരണം അത് അവരുടെ നയമാണ്, എന്റെ ആരോപണമല്ല. അൺഎക്കണോമിക് എന്ന മുദ്ര ചാർത്തി കേരളത്തിൽ 40% സ്കൂളുകൾ പൂട്ടണം എന്നത് അവരുടെ റിപ്പോർട്ടാണ്. അന്ന് സ്കൂളുകൾ പൂട്ടാൻ ആരംഭിക്കും. അന്ന് പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് സമയത്ത് കിട്ടാത്ത സാഹചര്യം വരും. അതറിയാമല്ലോ എല്ലാവർക്കും. ഓണപരീക്ഷയായിട്ട് പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നൊരു കാലം ഈ കേരളത്തിൽ ഉണ്ടായതാണ്. അപ്പൊ സ്കൂളുകൾ പൂട്ടും, പുസ്തക വിതരണം അവതാളത്തിലാവും, അന്ന് ആരംഭിക്കും പവർ കട്ട്, ക്ഷേമ പെൻഷനുകൾ നിലച്ചു പോകും, ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും, നിയമന നിരോധനം വരും, PSC വഴിയുള്ള ജോലികൾ പഴയ കഥയായി മാറും. ഇങ്ങനെ സർവത്ര അരാജകത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു നാടായി കേരളം മാറണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എല്ലാറ്റിനും ഉപരി കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം സമാധാന അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. 10 വർഷമായി ഒരൊറ്റ വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വർഗീയ കലാപങ്ങളിൽ ഒരാളും കൊല്ലപ്പെട്ടില്ല. ഒരു തുള്ളി രക്തം പോലും വർഗീയ കലാപങ്ങളുടെ പേരിൽ തെരുവിൽ പൊലിഞ്ഞിട്ടില്ല. ഇപ്പോ UDF പ്രകടന പത്രികയിൽ കാണുന്നത് വർഗീയ കലാപങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നാണ്. 10 വർഷമായി ആ സംഭവം ഇല്ല കേരളത്തിൽ. അപ്പൊ UDF തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ സർവത്ര വർഗീയ കലാപങ്ങൾ, സംഘർഷങ്ങൾ ആയിരിക്കും. അപ്പൊ അതിന് കൈകാര്യം ചെയ്യാൻ ഒരു വകുപ്പ് മുൻകൂട്ടി കാണുകയാണ്. ഇത് ഭൂതകാല അനുഭവങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർ തയ്യാറാക്കിയ ഒരു പ്രകടന പത്രികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത 10 കൊല്ലം ഉണ്ടായിട്ടില്ല. തുടർച്ചയായ 10 കൊല്ലം വർഗീയ സംഘർഷങ്ങളില്ല. കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും എല്ലാം മുഖ്യമന്ത്രിമാരായിരിക്കുന്ന സമയത്ത് എത്രയെത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഞാൻ ഓരോന്നായിട്ട് ഇവിടെ വിശദീകരിച്ച് ഓർമ്മപ്പെടുത്തി നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അവരെ അസ്വസ്ഥരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എത്ര പേർ കൊല്ലപ്പെട്ടു. പാലക്കാട് നഗരത്തിൽ 10 വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ കേരള പോലീസ് വെടിവെച്ച് കൊന്നത് അന്നൊരു കാലത്താണ്. എത്ര വീടുകൾ, കടകമ്പോളങ്ങൾ അഗ്നിക്കിരയായി. എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടതായി വന്നു. നിരപരാധികളായ എത്ര മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ കൊന്നു തള്ളപ്പെട്ടു. ഈ കാലത്തെല്ലാം വർഗീയവാദികളുടെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുകയായിരുന്നു UDF സർക്കാർ. പ്രവീൺ തൊഗാഡിയ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗം കോഴിക്കോട് നടത്തിയപ്പോ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുകുറച്ച് പേടിച്ച് ആ കേസ് പിൻവലിച്ചു കൊടുക്കേണ്ടി വന്നു UDF ഗവൺമെന്റിന്. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ RSS ക്രിമിനൽ സംഘം അക്രമം ഒഴിച്ചു വിട്ടപ്പോൾ തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ബോംബ് പൊട്ടി പോലീസ് ഓഫീസറുടെ ഒരു കാല് ചിതറി. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. RSSന്റെ കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു. ഇപ്പോൾ പിൻവലിക്കണം കേസ്. ഈ മണിക്കൂറിൽ നിസ്സഹായമായി ആ കേസ് പിൻവലിച്ചു കൊടുത്തില്ലേ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ പേരിലുള്ള ചാർജ്
പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു കൊടുക്കുന്ന അനുഭവം ഉണ്ടായി. ഇരുവർഗീയതയുടെയും തണലിലായിരുന്നു സർക്കാർ. അവരുടെ എല്ലാം വോട്ട് വാങ്ങിയാണ് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രചരണങ്ങൾക്കെതിരെയോ വർഗീയ കലാപങ്ങൾക്കെതിരെയോ അതിൽ കുറ്റവാളികളായ കൊടിയ വർഗീയവാദികൾക്കെതിരെയോ നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ പോലും സർക്കാരിന് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയവാദികളെല്ലാം മാളത്തിൽ ഒളിക്കാൻ കാരണം ഏത് വർഗീയവാദിയായാലും മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്ന ഭരണ സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ സമാധാന അന്തരീക്ഷം തകരണം, ഒരു മാറ്റം ഉണ്ടാവണം എന്നാണോ 2 ടേമായില്ലേ ഇനി ഒന്ന് മാറട്ടെ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത്? മാറേണ്ടത് സമാധാനമല്ല, സമാധാനം തുടരുകയാണ് വേണ്ടത്. വികസനം മാറുകയല്ല, വികസനം തുടരുകയാണ് വേണ്ടത്. ക്ഷേമം മാറുകയല്ല, തുടരുകയാണ് വേണ്ടത്. നല്ലതെല്ലാം തുടരുകയാണ് വേണ്ടത്. അതെല്ലാം മാറി തിന്മയുടേതായ അരാജകത്വത്തിൻ്റെതായ അരക്ഷിതാവസ്ഥയുടേതായ ഒരു കാലം വരികയല്ല വേണ്ടത്. അതുകൊണ്ട് ഒന്നിന്റെയും ആഴങ്ങളിലേക്ക് പോകുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യാതെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ ഇത്തരം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനും ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങളും തയ്യാറാവുകയാണ് വേണ്ടത്. കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളും വളർച്ചയും തുടരണം, അഭിവൃദ്ധിപ്പെടണം എന്ന നിലപാടാണ് LDF മുൻപോട്ട് വെക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ഇല്ല, അങ്ങനെ ഒരു വലിയ പ്രചരണം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നേ ഉള്ളൂ. ജനങ്ങൾ അങ്ങനെ പെട്ടുപോയി എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അല്ല, ഈ പ്രകടന പത്രികയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ തെറ്റായ ഒരു സമീപനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നേതാവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രകടന പത്രികയെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞ വാചകം, പ്രകടന പത്രികയ്ക്ക് ഒരു കോമഡിയല്ലേ, അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കൂ എന്നാണ്. ആ തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തെ സത്യത്തിൽ അവസാനിപ്പിച്ചത്, തിരുത്തിയത് LDF ആണ്. കേരളത്തിൽ തന്നെ ആദ്യമായി പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയൊക്കെ യാഥാർത്ഥ്യമാക്കി എന്ന് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ച് ഒരു പുതിയ ആരോഗ്യകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടത് LDF ആണ്. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പാലിക്കാനുള്ള പരിശ്രമം നടത്തി അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു. എന്നാൽ ആ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ എതിരാളികൾ വന്നിട്ടില്ല. അവരിപ്പോഴും പ്രകടന പത്രികയെ തെരഞ്ഞെടുപ്പിൽ വോട്ടിലാക്കിയുള്ള ഒരു വാഗ്ദാന പട്ടികയായിട്ട് മാത്രമാണ് കാണുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് എന്താണ് അവസ്ഥ? അതാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ഇപ്പോ തെലങ്കാന 25 മാസമാണ് പെൻഷൻ തുടങ്ങിയിരിക്കുന്നത്. അധികാരമുള്ളയിടത്ത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അധികാരത്തിൽ വന്നാൽ ഇക്കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കാൻ പറ്റൂ. അധികാരമുള്ളയിടത്ത് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്കൂളുകൾ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു ആരോപണമല്ല. ഇപ്പൊ അധികാരമുള്ളിടത്ത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കേരളത്തിൽ 40% സ്കൂളുകൾ പൂട്ടണം എന്ന നിഗമനത്തിൽ എത്തിയവരാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ആരോപണമല്ല. മറിച്ച് അവരുടെ പ്രകടന പത്രികയിലുള്ളത് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വാഗ്ദാന പട്ടിക. അതിന് തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും ആയുസ്. അതാണ് ഇന്ത്യയിലെ കോൺഗ്രസ് തെളിയിച്ചിട്ടുള്ളത്. അതെ, ഇതില് നമ്മുടെ നാടാകെ ഇത്തിരി വൈകാരികമായി കാണുന്നൊരു വിഷയമാണല്ലോ വയനാട് ഫണ്ട്. ഞാനത് മുൻപ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. സാധാരണ നിലയിൽ ഒരു പാർട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പോ അത് സംബന്ധിച്ച് ആവർത്തിച്ച് നുണ പറയുകയാണ്. എത്ര നുണകൾ പറഞ്ഞു.
പിരിച്ച ഫണ്ട് മുഴുവൻ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് കുറെ കൂടി വലിയ നേതാവ് പറഞ്ഞത് ഒക്കെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. പിരിച്ച പൈസക്ക് സ്ഥലം വാങ്ങി എന്നല്ലേ പറഞ്ഞത്. 5 കോടിക്ക് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് രേഖകൾ വന്നത്. 3,20,00,000 അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓരോ തവണയും കളവ് പറയുക. ഇതിലെ പ്രശ്നം മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് പണം വാങ്ങി, ദുരന്തത്തെ വിറ്റു കാശാക്കി, ഒരു ദുരന്തം വരാൻ കാത്തിരിക്കുന്നു പണം ഉണ്ടാക്കാൻ. എത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിപ്പോ തുടങ്ങിയതല്ല. കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ട് സംബന്ധിച്ച് അതിന്റെ കണക്ക് ചോദിച്ചത് ഏത് ഘട്ടത്തിലാണ്? കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് കണക്ക് ചോദിക്കുന്നതാണോ? അല്ല. ഞങ്ങൾക്ക് അങ്ങനെ കണക്ക് ചോദിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ലല്ലോ. പ്രളയം വന്നു, 1000 വീട് വെച്ച് കൊടുക്കും പറഞ്ഞില്ലേ, നമ്മൾ കേട്ടതല്ലേ. 1000 വീട് നിർമ്മിച്ചു കൊടുക്കും. എത്ര കോടി പിരിച്ചു? ഒരൊറ്റ വീട് വെച്ച് കൊടുത്തോ? ഈ ചോദ്യം അന്ന് ഉയരേണ്ടതാണല്ലോ. KPCC പ്രസിഡന്റ് മാറിയപ്പോ പറഞ്ഞു 1000 വീട് വെച്ച് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല, ഒരു 500. ഒറ്റ വാക്കിൽ 500 വീട് പോയി. അത് പിന്നെ 0 ഒറ്റ വീട് വെച്ച് കൊടുത്തില്ല. അത് കഴിഞ്ഞു വരുന്ന ദുരന്തമാണ് വയനാട് ദുരന്തം. അപ്പൊ ദുരന്തം കാത്തിരിക്കുകയാണ്, ഒരു അവസരം എന്ന പോലെ. ദുരന്തത്തെ പണമുണ്ടാക്കാനുള്ള അവസരമായി കാണുക. ദുരന്തം വരുമ്പോ സാധാരണ മനുഷ്യരെല്ലാം സഹായിക്കണമെന്ന ചിന്തയിലേക്ക് എത്തും. എന്നാൽ കോൺഗ്രസ് എത്തുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അത് പ്രളയകാലത്തേതുപോലെ വയനാട് ദുരന്ത കാലത്തും ആവർത്തിച്ചു, ഹീനമായി ആവർത്തിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ വാസയോഗ്യമല്ലെന്ന വിമർശനമുള്ള 3 ഏക്കർ ഭൂമിയോ മറ്റോ വാങ്ങി എന്ന് പറയും. അവിടെ 230 വീട് വെക്കാൻ കഴിയുമോ? ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്തൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. 3 ഏക്കർ ഭൂമിയിൽ 230 വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? അവിടെ ഒരു തറക്കല്ലിട്ടു. ആ കല്ലിന്റെ മുകളിൽ ഇനി ഒരു കല്ല് വരില്ല എന്ന് കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ കേൾക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ ഒരു കണക്ക് അവതരിപ്പിക്കും കണ്ണിൽ പൊടിയിടാൻ. അത് പരിശോധിച്ച് വരുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മോഷണം മനുഷ്യത്വഹീനമാണ്, മനുഷ്യരായി പിറന്നവർ ചെയ്യാത്തതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോ അവരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ആലോചനകളൊക്കെയാണ് നടത്തുന്നത്. ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പിരിച്ച പൈസ കഴിഞ്ഞുവെന്നും ഭംഗ്യം തരേണ പറയുകയുണ്ടായി. അപ്പോ ഇങ്ങനെയുള്ള പല നാടകങ്ങളും നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കമാണ്. എന്താണത്? ഞങ്ങൾ മാത്രമല്ല മോഷ്ടാക്കൾ, എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. CPIM ഫണ്ട് പിരിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇതാ വെബ്സൈറ്റ് കാണിച്ചില്ലേ. സാധാരണ ഇങ്ങനെയൊന്നും മനുഷ്യർ ചിന്തിക്കാത്തതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, അത്രമാത്രം നിലയില്ലാ കയത്തിലായി ഈ കോൺഗ്രസ്. ജീവന്റെ അവസാന കണിക നിലനിർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ തുരുമ്പിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് കോൺഗ്രസിന്റെ കൈ പൊള്ളുകയുള്ളൂ. എന്താ കാരണം? വയനാട് ദുരന്തമുണ്ടായപ്പോൾ CPIM ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചില്ല എന്നത് ശരി. ഏത് CPIM? CPIM കേരള ഘടകം. ഇവിടെ നേരിട്ട് ഫണ്ട് ശേഖരിക്കണ്ട, CPIM കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കാം എന്ന് തീരുമാനിച്ചു. എല്ലാ CPIM പ്രവർത്തകരും ഭവന സന്ദർശന സ്ക്വാഡുകളായി പോയി ഓരോ വീട്ടിലും കടയിലും കയറിയിറങ്ങി ഈ മഹാദുരന്തത്തിൽ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ പ്രവർത്തനത്തെ പിന്തുണയ്ക്കണം, CMDRF-ലേക്ക് സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത സംഭാവന കിട്ടിയില്ലേ CMDRF-ൽ? അത് CPIM-ന്റെ കൂടി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തു. എന്നാൽ രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും CPIM കേന്ദ്ര കമ്മിറ്റി ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാറുണ്ട്. അത് നിങ്ങൾ ചരിത്രത്തിൽ നോക്കിക്കോളൂ. വയനാട് മാത്രമല്ല, ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, മധ്യപ്രദേശിലുണ്ടായാൽ ഒക്കെ ഓരോ സന്ദർഭത്തിലും രാജ്യത്ത് പ്രധാനമായ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, വലിയ ആഘാതമേറിയ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി ജനങ്ങളുടെ മുൻപാകെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാറുണ്ട്.
ഞങ്ങൾ നേരിട്ട് പോയിട്ട് പണം പിരിക്കുന്ന രീതി അവിടെ ഇല്ല. അക്കൗണ്ട് നമ്പർ ജനങ്ങളുടെ മുൻപാകെ കൊടുക്കുകയാണ് ചെയ്യുക. CPIM-നെ വിശ്വാസമുള്ള അഭ്യുദയാകാംക്ഷികൾ അവർ അതിലേക്ക് പണം നിക്ഷേപിക്കും. കുറച്ചു നാൾ കഴിഞ്ഞ് ഏറെക്കുറെ ആ ഫണ്ടിൽ വരാനുള്ള പണം വന്നു എന്ന് കണ്ടാൽ എത്രയാണോ വന്നത് ആ പണം പൂർണ്ണത്തോടെ കൈകാര്യം ചെയ്യുക എന്നതിൽ കടുകുമണിയുടെ വിട്ടുവീഴ്ച ചെയ്യില്ല CPIM. എന്നാൽ ഇത് സംബന്ധിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ആ പുകമറ സൃഷ്ടിക്കുന്നതൊക്കെ കയ്യിലിരിക്കുകയേ ഉള്ളൂ. എപ്പോഴും ഈ ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. വയനാട്ടിൽ നിന്ന് നിങ്ങൾ കൊള്ളയടിച്ച പണം, ആ പണത്തിന്റെ കണക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് വീടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ പോലും കൊടുക്കാത്ത തട്ടിപ്പ്, കളവ്. UDF എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉഡായിപ്പ് ഡെമോക്രാറ്റിക് ഫ്രണ്ടായിട്ട് മാറി. അതാണ് ഇപ്പോഴത്തെ UDF. സത്യസന്ധത എന്ന വാക്കുപോലും UDF-ൽ നിന്നും പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ്. ജനങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് പിരിവിന്റെ കാര്യത്തിലും വാഗ്ദാനത്തിന്റെ കാര്യത്തിലും ജനവഞ്ചന മാത്രമാണ് UDF ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നത്. അല്ല, അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും ഈ കാര്യത്തിലെല്ലാം ഒരു പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുന്നവരാണ്. ഏത് സാഹചര്യത്തിലാണ് കണക്ക് ചോദിക്കേണ്ടി വരുന്നത്? ഇപ്പൊ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ധനസമാഹരണം നടത്തിയാൽ ഉടനെ പോയിട്ട് അതിന്റെ കണക്ക് ചോദിക്കാനൊന്നും വേറെ ആർക്കും അവകാശമില്ല. അത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഞങ്ങളല്ല, ജനങ്ങളാകെ ഇത് ചോദിക്കുന്നത്? ജനങ്ങളുടെ മുൻപിൽ കള്ളന്മാരാണിവർ എന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രളയ സമയത്ത് 1000 വീട് വാഗ്ദാനം ചെയ്തിട്ട് അത് 0 വീടായി മാറി. പിരിച്ച പണത്തിന് കണക്കില്ല. വയനാട് ദുരന്തത്തിൽ ഇത് ആവർത്തിച്ചു. അവിടെ കോൺഗ്രസിന്റെ വീട് പണി നടക്കുകയാണെങ്കിൽ ആരെങ്കിലും കണക്ക് ചോദിക്കൂ? 1000 വട്ടം കണക്ക് ചോദിച്ചപ്പോഴല്ലേ 3 ഏക്കർ സ്ഥലം വാങ്ങിയത്. അപ്പോ മോഷണം നടത്തിയത് കൊണ്ട് അത് നടത്തി എന്ന് ജനങ്ങളുടെ മുൻപിൽ ബോധ്യമായപ്പോഴാണ് കണക്ക് ആവശ്യപ്പെട്ടത്. അതല്ലാതെ കോൺഗ്രസിന്റെ കണക്കൊന്ന് പരിശോധിച്ച് കളയാം എന്ന് കരുതി ഞങ്ങൾ ആരും വന്നതല്ല. ഇതൊക്കെ ഗതികേടിന്റെ ഒരു വിലാപമാണ്. CMDRF എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മാധ്യമ പ്രവർത്തകൻ കരുതിയതുപോലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ബാങ്കിലിട്ട ഒരു അക്കൗണ്ട് എന്നാണോ ഇദ്ദേഹവും കരുതുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസും കരുതുന്നത്? CMDRF എല്ലാം വ്യവസ്ഥാപിതമായ ഓഡിറ്റിന് വിധേയമാകുന്ന, എല്ലാ പരിശോധനകൾക്കും വിധേയമാകുന്ന, CAG-യുടെ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു സർക്കാരിന്റെ സംവിധാനമല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ആരാണോ മുഖ്യമന്ത്രി അങ്ങനെയാണ് കണക്ക്. അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ളതല്ല. ആ ഫണ്ടിലേക്ക് വന്ന തുക സർക്കാർ തീരുമാനത്തിന് അനുസൃതമായിട്ടാണ് ചെലവഴിക്കപ്പെടുക. അവിടെ വീട് മാത്രം വെച്ചാൽ പോരല്ലോ, ടൗൺഷിപ്പ് അല്ലേ. റോഡ് ഉണ്ടാക്കണം, ലൈബ്രറി ഉണ്ടാക്കണം, ക്ലിനിക്ക് ഉണ്ടാക്കണം, അങ്കണവാടി ഉണ്ടാക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കണം, ഒത്തുകൂടാനുള്ള സൗകര്യം വേണം, എല്ലാം വേണം. ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ്. ആ ടൗൺഷിപ്പിന് എത്ര പണമാണോ ആവശ്യം അത്രയും പണമാണ് അവിടുന്ന് ഉപയോഗപ്പെടുത്തുക. ദുരിതാശ്വാസ നിധിയിലെ പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട്. നിയമാനുസൃതം മാത്രമേ പറ്റൂ. അതൊക്കെ ഇവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി പിരിക്കുന്ന ഫണ്ട് പോലെയല്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം ചെലവഴിക്കാൻ വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ. PM കെയർ പോലെയല്ല. അത് ആരെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ല, അതില് ഈ പറയുന്ന പുകമറയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റൂ. അവിടെ പോയി ദുരന്ത ബാധിതരായ ആളുകൾ, വീട് കിട്ടിയ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇതില് ഒരു ടൗൺഷിപ്പിന്റെ ഒരു ഭാഗമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ വീടുകൾ ഇപ്പോൾ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിന്റെ ചെലവിൽ വാടക വീടുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വീട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ താമസിക്കുമ്പോഴേക്ക് അവസാന മിനുക്കുപണി കൂടി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമേ അതിലുള്ളൂ. അതൊന്നും ഒരാരോപണമായി ഉന്നയിക്കാൻ ഗൗരവമുള്ള ഒരു കാര്യമല്ല. അത് അതിന്റെ വഴിയിൽ നടക്കുന്നതാണ്. ദുരന്ത ബാധിതർക്കും സമൂഹത്തിനും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഏതാ? എത്ര ആണോ? ആണോ?
എനിക്ക് വ്യക്തമായില്ല, ഒന്നുകൂടി ഇത് പറയാമോ? ശരി. ഒന്ന്, കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് 100 വീടല്ല, ഞാനതൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് ഒടുവിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 230 വീടാണ്. 230 വീടാണ്. ഇപ്പോഴും നിങ്ങളുടെ നിഷ്കളങ്കതയിൽ എനിക്ക് മതിപ്പ് തോന്നുകയാണ് നിങ്ങളോട്. കാരണം ആ വീടൊക്കെ നിർമ്മിക്കപ്പെടും എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് മുൻവിധി വേണ്ട, ഞാനതിന് നിങ്ങളെ വിമർശിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട് വെച്ചു കൊടുത്ത ചരിത്രവും ഇല്ല. സുനാമി മുതൽ ഇങ്ങോട്ട് CPIM വെച്ചു കൊടുത്ത വീടുകളുടെയും മറ്റും അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് ഏതൊരു പൊതുപ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്ന തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ അത് നമ്മുടെ മുന്നിലുണ്ട്, അതിനുശേഷമുണ്ട്, ഇപ്പോഴും നമ്മളത് കാണുകയാണ്. ഏതായാലും സമൂഹത്തിൽ വിമർശനം ഉയർന്നു വന്ന വിമർശനം വളരെ ശക്തിപ്പെട്ടപ്പോൾ സ്ഥലം വാങ്ങി. അത് തന്നെ ഒരു വലിയ മാറ്റമാണ്, സ്ഥലം വാങ്ങി എന്നുള്ളത്. അവിടെ വീട് നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. അത് അവർ ചെയ്യേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം അവർ ചെയ്യുമെന്നുള്ളത്. ടൗൺഷിപ്പിൽ വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന നില സർക്കാർ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില സംഘടനകളെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന വാഗ്ദാനം വിശ്വസിച്ച് സർക്കാരിന്റെ വാഗ്ദാനം, അതായത് വീട് അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ ഒരു വീട് ഇനി അത് ആവശ്യമില്ല എന്നുള്ളവർക്ക് നിശ്ചിത തുക നൽകാം എന്ന് പറഞ്ഞപ്പോൾ തുക വാങ്ങിയവരുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവരുടെ പ്രയാസമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുക വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താം എന്ന നിലപാട് സ്വീകരിച്ചവരുണ്ട്. അവരിപ്പോ ആകെ നിരാശയിലാണ്. അത് വസ്തുതയാണ്. അവരിവരെ വിശ്വസിച്ചതാണ്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായും നിരാശരും ആലംബഹീനരുമായ ആളുകളോടൊപ്പം നിൽക്കുകയല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞവർ അത് പാലിക്കേണ്ടതാണ്. അത് പാലിക്കില്ല എന്ന് നിങ്ങളെപ്പോലെ ഉള്ളവർക്കും ബോധ്യമാവുന്ന ഒരു സമയത്ത് അത്തരമൊരു വിഷയത്തിൽ നമ്മുടെ സമൂഹം കൂട്ടായിട്ടും സർക്കാരും ഒക്കെ ചിലപ്പോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരോ? ഞാൻ നിങ്ങളീ പറയുന്നത് ഒരു വാർത്തയായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിലുള്ള അനുഭവം എന്താ? അനുഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സംഘടിതമായി ഹീനമായ നുണകൾ പ്രചരിപ്പിക്കുക. ഹീനമായ നുണകൾ പ്രചരിപ്പിച്ച് തൽക്കാലത്തേക്ക് വോട്ട് നേടുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും സത്യം പുറത്തു വരിക. അത് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിലധികവും കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈന്തുള്ളതിൽ ബിനു എന്നൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത് മാധ്യമപ്രവർത്തകർ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ഹീനമായ നുണയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലേ? ഹീനമായ ഒരു കളവ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അവസാനം അത് നുണയായിരുന്നുവെന്നും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നും വ്യക്തമാക്കപ്പെട്ടു, പരസ്യമാക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരായി എത്ര ഹീനമായ പ്രചാരവേല നടന്നു. ആ കാര്യത്തിൽ ഒരു കേസിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചു. നിങ്ങളെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? മാധ്യമപ്രവർത്തകരെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ? ശിക്ഷിച്ചു, ശിക്ഷ ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആളുടെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണ് കേരളത്തിലെ പ്രശ്നം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒരു കളവ് പ്രചരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതായി വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി പ്രതിയെ ശിക്ഷിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണ് ലീഗ്. ഒരു ചെറുപ്പക്കാരനെ കളവ് പ്രചരിപ്പിച്ച് വെട്ടിക്കൊന്ന പാർട്ടിയാണ് ലീഗ്. അപ്പൊ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വരികയാണ്. ആരോപണങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ്. അപ്പൊ ഇത് സംബന്ധിച്ചെല്ലാം ഏത് തരത്തിലുമുള്ള വ്യവസ്ഥാപിതമായ പരിശോധനകൾ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഈ ഘട്ടത്തിൽ ഇതേ പറയാൻ പറ്റൂ. കാരണം
ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ, കോഴിക്കോടൻ ആരോപണങ്ങളിൽ നമ്മുടെ അനുഭവം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. കോഴിക്കോടിനെ ഞാൻ അപമാനിച്ചൊന്നും പറയല്ലേ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തില് വലിയ പാരമ്പര്യമുള്ളൊരു നഗരമാണ്. ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്നാണ് കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കോഴിക്കോടിനെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ജില്ലയെ പറഞ്ഞതാണ്. കോഴിക്കോട് ഒരു പ്രശ്നമില്ല. കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം ലീഗും UDF-ഉം ബോധപൂർവം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് ചരിത്രമാണ്. അങ്ങനെ കള്ളക്കഥ പ്രചരിപ്പിച്ച് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതാണ് ഈന്തുള്ളതിൽ ബിനു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന അത്തരമൊരു വ്യാജ പ്രചരണത്തിന്റെ ബാക്കി പത്രമായി കോടതിയിൽ കേസ് വരികയും ആ കേസിൽ കോടതി വിചാരണ പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തു. ഞാൻ അതിവിടെ പറയാൻ കാരണം അത് പല മാധ്യമങ്ങളും മൂടിവെച്ചു. അത് തുറന്ന് പറയാൻ, വിമർശിക്കാൻ തയ്യാറായില്ല. ശൈലജ ടീച്ചർക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കോടതി ശിക്ഷിച്ചത് ലീഗ് പ്രവർത്തകനെയാണ്, ഭാരവാഹിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിലും എന്താണ് വസ്തുത എന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് പരിശോധനയും കോടതി ഇടപെടലും ഒക്കെ വരട്ടെ എന്നതാണ് നമുക്ക്. എന്തെങ്കിലും വിശ്വാസ്യതയുള്ള ആളുകളുടെ വാർത്തയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ ഒരു രസമുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിക്കുന്ന സംഭാവനകളെല്ലാം ഇപ്പോൾ നല്ല പരിശോധനയ്ക്കും ഓഡിറ്റിനും വിധേയമാകുന്നതാണ്. അതെല്ലാം വ്യവസ്ഥാപിതമായി കണക്ക് കൊടുക്കുന്നതാണ്. അതെല്ലാം അതിന്റെ വഴിയിൽ പോകുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തോട് പ്രതികരിച്ച് സമയം കളയാൻ ഞാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചു, പറഞ്ഞോളൂ. എന്റെ ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. ചോദ്യം വന്നത് നന്നായി. ഞാൻ അതില് ഒരു കാര്യം വ്യക്തത വരുത്തണമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അവിടുത്തെ പയ്യന്നൂരിലെ കണക്ക് സംബന്ധിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. അത് ചില ആളുകൾ തെറ്റായി ധരിച്ചു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഈ പറയുന്ന വ്യക്തിയെ ഞാൻ കള്ളനെന്ന് ആക്ഷേപിച്ചു എന്ന നിലയിൽ ചില ആളുകൾ അത് പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിരുന്നു. നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ തന്നെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വയനാട് ഫണ്ടിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ഈ കണക്ക് പ്രതിപക്ഷം ചോദിക്കുന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ എന്നോടുള്ള ചോദ്യം. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടിയാണ്. വയനാട് ഫണ്ട് മോഷ്ടിച്ച ആളുകൾക്ക് ഇതൊന്നും ചോദിക്കാൻ അവകാശമില്ല എന്നതാണ്. ഒരു കള്ളൻ ചോദിച്ചാൽ വെക്കാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്ക് വേണമെങ്കിൽ ഇടയാക്കാവുന്ന ഒരു ഇതാണെന്ന് എനിക്കും തോന്നി. അപ്പൊ വാർത്തയ്ക്ക് ഹെഡിങ് ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്നും വേണ്ട. അത് വേണ്ട. ഞാൻ അതിലൊരു വ്യക്തത വരുത്തിയതാണ്. ഞാൻ വ്യക്തത വരുത്തിയത് വയനാട് ഫണ്ട് മോഷ്ടിച്ചവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു വിശേഷണം ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചല്ല, ആരെക്കുറിച്ചും വ്യക്തിപരമായി അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു ശൈലി എനിക്കില്ല. അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടില്ല. എന്നാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ കേട്ടപ്പോൾ വേണമെങ്കിൽ ആ ഭാഗം മുറിച്ചെടുത്ത് കേട്ടാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. അത് വേണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കാര്യത്തിലേക്ക് അതെ അത് ഞാൻ പറയാം. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നതേയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒക്കെ ഇടയിൽ അദ്ദേഹത്തിന് അങ്ങനെ
സമയമൊന്നും കിട്ടി കാണില്ല. ഇനി നാളെ അതല്ല, അദ്ദേഹം വന്ന് പറയാണ് ഞാൻ തന്നെ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല, ഞാനത് സമ്മതിക്കുകയും ചെയ്യാം. പക്ഷെ അതിലെ ആദ്യാവസാനമുള്ള വാചകങ്ങൾ, അതിന്റെ ശൈലിയൊക്കെ കണ്ടാൽ അത് ആരെഴുതിയതാണ് എന്നും വളരെ വ്യക്തമാണ്. ഘടനാരൂപത്തിൽ അഭിരമിക്കുന്ന എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങൾ കണ്ടില്ലേ നിങ്ങൾ സംഘടനയുടെ? അപ്പൊ ആരെഴുതിയതാണെന്നൊക്കെ വ്യക്തമാണ്. ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞേ ഉള്ളൂ. പ്രശ്നം എന്താണ്? ആ പോസ്റ്റിലുടനീളം വ്യക്തിപരമായ ആക്ഷേപമാണ് ആ പോസ്റ്റ് ഉന്നയിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, മറ്റത് അഭിരമിക്കുന്ന ആളാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞു. അത്തരം വ്യക്തിപരമായ ഒരു ആക്ഷേപത്തിനും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് തയ്യാറാക്കിയ ആളുടെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമേയില്ല. ഞാൻ മുൻപോട്ട് വെച്ചത് രാഷ്ട്രീയവും ആശയപരവുമായ പ്രശ്നങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെയോ അദ്ദേഹം ഇപ്പോ കാണിച്ച ശൈലിയിൽ തിരിച്ചുള്ള ഒരു വിമർശനത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയമായി വിമർശിക്കും, രാഷ്ട്രീയമായി എതിർക്കും, അതിൽ ഒരു സംശയവുമില്ല. ഇപ്പോ ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന ബാങ്ക് അക്കൗണ്ട് വ്യക്തിപരമായ അക്കൗണ്ട് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെയും, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ അല്ലല്ലോ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. വ്യക്തിപരമായ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുൻപാകെ പുകവറ സൃഷ്ടിച്ചില്ലേ? പിന്നീട് അത് വ്യക്തിപരമായ അക്കൗണ്ട് അല്ല, ഇദ്ദേഹം തന്നെയും കൈകാര്യം ചെയ്തിട്ടുള്ള പൊതു അക്കൗണ്ട് ആണ് എന്നത് വന്നില്ലേ? സത്യം വന്നില്ലേ? അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു കളവ് പറഞ്ഞത്? കള്ളം പറഞ്ഞ് എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലെ CPIM-ന് ഒരു പൈതൃകമുണ്ട്, അത് അദ്ദേഹത്തിനും അറിയുന്നതാണ്. ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിക്കുന്നോ ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. പണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം CPIM-നെ വിമർശിക്കാൻ വേണ്ടി ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു, കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപാണ്. ആ ലേഖന പരമ്പരയുടെ തലക്കെട്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ചെങ്കൊടിക്കു പിന്നിൽ കുമിഞ്ഞുകൂടുന്ന മൂലധനം എന്നായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി ഓഫീസുകൾ, മറ്റ് കെട്ടിടങ്ങൾ, ഇതിന്റെയൊക്കെ ആസ്തി കണക്കാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ ആസ്തി ഉണ്ടായത്? ജനങ്ങളോടുള്ള സത്യസന്ധതയാണ്. ജനങ്ങൾ പാർട്ടിയിൽ ഏൽപ്പിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം പോർലേൽക്കാതെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെ കാര്യത്തിൽ, പയ്യന്നൂരിൽ എന്നാണ് ആ രക്തസാക്ഷിത്വം ഉണ്ടായത്? 10 വർഷം മുമ്പല്ലേ? 10 വർഷം മുമ്പ്. അതിനുശേഷം കാലം അത്ര കടന്നുപോയി. രക്തസാക്ഷിയെ പിന്തുണയ്ക്കാൻ, ആ കുടുംബത്തെ പിന്തുണയ്ക്കാൻ പിരിച്ച ഫണ്ട് അതിനെല്ലാം വിനിയോഗിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ആ കുടുംബം, വീട്, കുടുംബത്തെ സാമ്പത്തിക പിന്തുണ, രക്തസാക്ഷി മണ്ഡപം, കേസ് കാര്യങ്ങൾ ഇനിയും തുടരേണ്ടി വരും. അതെല്ലാം തീരുമാനാനുസൃതമാണ് അവിടെ വന്നത്. അതിനൊക്കെ ശേഷം അദ്ദേഹം ഈ പറയുന്ന പരാതികൾ ഉന്നയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടല്ലോ, ഇല്ലേ? കൂട്ടിച്ചേർക്കപ്പെട്ടു. അദ്ദേഹം അതെല്ലാം അംഗീകരിച്ചു, അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പാർട്ടി തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിച്ചു. ഏരിയ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു, ജില്ലാ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അത് അപ്പോഴൊക്കെ ബോധ്യമായിരുന്നു. ഇപ്പോഴല്ലേ പിന്നെ വീണ്ടും തിരിച്ചിറങ്ങിയത്? അതെന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പരാതികൾ ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങളിൽ വീണ്ടും കണക്കെല്ലാം അവതരിപ്പിച്ച് എല്ലാവരും അംഗീകരിച്ച് അദ്ദേഹത്തിന് പല ആക്ഷേപങ്ങളും ഉണ്ടാവാം. അതിനൊക്കെ ശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കപ്പെട്ടു ജില്ലാ കമ്മിറ്റിയിൽ. അദ്ദേഹം അതിന്റെ ഭാഗമായി യോഗങ്ങളിൽ പങ്കെടുത്തു, പ്രവർത്തിച്ചു. അദ്ദേഹം പുതിയ ആരോപണം ഉന്നയിച്ചു, ബാങ്ക് എന്തോ സ്ഥലമെടുത്തത് സംബന്ധിച്ച്. അതിനൊടുവിൽ അദ്ദേഹം തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറഞ്ഞു. എനിക്ക് പെശക് പറ്റി, വേണ്ടത്ര ആലോചിക്കാതെ അന്വേഷിക്കാതെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പകയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഞാൻ മറ്റൊരു വ്യക്തിപരമായ നിരീക്ഷണത്തിലേക്ക് പോകുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അനുചിതമായ രീതിയാണത്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ താല്പര്യങ്ങളായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖ്യ പരിഗണന. 2017 ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോ ആ സ്ഥാനം കിട്ടിയില്ല എന്ന അന്ന് മുതൽ പകയോടെ പോവുക. എത്ര കാലം ഒരു മനുഷ്യന് പകയോടെ പോകാൻ പറ്റും? വ്യക്തിപരമായ പകയല്ല, സമൂഹത്തിന്റെ ക്ഷേമമാവണം കമ്മ്യൂണിസ്റ്റുകാരന്റെ ലക്ഷ്യം. ആ പോസ്റ്റിന്റെ ഒടുവിലത്തെ വാചകം എന്താണ്? നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അഴിമതിക്കെതിരെ, അല്ലെ? സത്യത്തിന് വേണ്ടി, ആ വാക്കുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതിക്കെതിരായ പോരാട്ടം ബഹുമാന്യനായ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ നടത്തുന്നത് ആരോടൊപ്പം ചേർന്നിട്ടാ? കോൺഗ്രസിനോടൊപ്പം ചേർന്ന്. പ്രളയകാലത്ത് 1000 വീട് മുതൽ ഇങ്ങോട്ട് കോടാനുകോടി രൂപ പിരിച്ചു വഞ്ചിച്ച് സ്വന്തം നേതാക്കന്മാരുടെ സ്മാരകം, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവരുടെ സ്മാരകം നിർമ്മിക്കാൻ പലവട്ടം പണം പിരിച്ച് അത് മുഴുവൻ മോഷ്ടിച്ച്
അങ്ങനെ അഴിമതിയുടെ ആഴക്കയത്തിൽ ആറാടി നിൽക്കുന്ന കോൺഗ്രസിന്റെ കൈപിടിച്ച് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക? അദ്ദേഹം ആരോടൊപ്പം ചേർന്നു? അഴിമതിയുടെ സംഘടനാ രൂപത്തോടൊപ്പം ചേർന്നു, മോഷ്ടാക്കളുടെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു. അദ്ദേഹം കൈപിടിച്ചിരിക്കുന്ന ആ കൈപ്പത്തിയിൽ എത്ര രക്തസാക്ഷികളുടെ ചോരയാണുള്ളത്? എത്ര രക്തസാക്ഷികളുടെ ചോര! പയ്യന്നൂരിന്റെ തൊട്ടപ്പുറത്ത് എം കണ്ണനെയും സി കോറിനെയും ആലവളപ്പിലെ അമ്പുവിനെയും കുഞ്ഞിക്കണ്ണനെയും കുഞ്ഞപ്പനെയും ചുട്ടുകൊന്ന കോൺഗ്രസിന്റെ കയ്യിലെ ചോരയല്ലേ, ആ ചോരപുരന്റെ കൈയല്ലേ ഇപ്പോ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ കൊന്നൊടുക്കിയ, നാടിന്റെ സ്വത്ത് മുഴുവൻ മോഷ്ടിച്ച ഒരു തസ്കര കൊലയാളി സംഘത്തോടൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് പയ്യന്നൂരിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഞാനിപ്പോഴും ഉറച്ച് കരുതുന്നു, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായ പകയുടെയും വിദ്വേഷത്തിന്റെയും ആ മതിൽക്കെട്ടിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ മതിൽക്കെട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരും. അദ്ദേഹം തിരുത്തും എന്നാണ് എന്റെ പ്രതീക്ഷ. നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ വാർത്താ സമ്മേളനത്തിൽ കുറച്ചു നേരത്തെ ഞാൻ എന്താണ് പറഞ്ഞത്? 2 ദിവസം നേരത്തെ ആയിരുന്നുള്ളൂ. അത് പറയട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കണക്ക് തട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ കരുതിയത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടെന്നാ. കാരണം എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരാണല്ലോ. എന്നോട് പറഞ്ഞത് 2 ദിവസം കൂടി കഴിയുമ്പോൾ പുറത്തു വിടാൻ വേണ്ടി സാധനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി വന്നപ്പോൾ അത് ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതിയതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഒന്ന്, സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞാണോ? ആര് പറഞ്ഞതാ? ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. 5 കോടി ചെലവായിട്ടില്ല, 3 ചില്ലുവാനം കോടിയേ ചെലവായിട്ടുള്ളൂ. ഇപ്പൊ ഈ കണക്കിൽ ആ തിരുത്തൽ വരുത്തിയിട്ടാണല്ലോ കണക്ക്. അവിടെ തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വീട് വെക്കാനുള്ള കാശ് എവിടെ? ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധി കൂടി ഉള്ള ഒരു സംഘടനയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചത് വീട് വെക്കാൻ വേണ്ടി എന്ന പേരിൽ ഇനിയൊരു പിരിവും കൂടി നടത്താനാണ്. മനസ്സിലായോ? പിരിച്ചിടത്തോളം അടിച്ചു മാറ്റി ഈ കണക്ക് അവതരിപ്പിക്കുകയാണ്. അതാ പറഞ്ഞത്, കണ്ടില്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് ഇനി ഒരു പിരിവ് കൂടി നടത്താനാണ്. കേരളത്തെ 2ാം വട്ടം കൊള്ളയടിക്കാൻ ഒറ്റ ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, പ്രളയത്തിന്റെ പേരിൽ ഒറ്റക്കൊള്ളയാണ് നടന്നത്, വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, അതാണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി 25 വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു, അല്ലെ? 25 വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. അവർ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചില്ല. പകരം അവർ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയിട്ട് ആ കൂലി സംഭാവന ചെയ്യുന്നു, വിവിധ ചലഞ്ചുകൾ നടത്തുന്നു. ഇങ്ങനെയെല്ലാമായി സമാഹരിക്കുകയാണ് പണം. അങ്ങനെ അവർക്ക് 20 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. അതൊരു യുവജന സംഘടനയാണ്. പണം പിരിച്ചില്ല. പണം പിരിക്കാൻ ആപ്പുണ്ടാക്കിയില്ല. പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചില്ല. അവരുടെ പ്രവർത്തകരുടെ മനുഷ്യാധ്വാനവും ആക്രി സാധനങ്ങൾ ശേഖരിച്ചും മറ്റെല്ലാ വിധത്തിലും പണം സമാഹരിച്ചു കൊടുത്തു. അപ്പൊ ഡിവൈഎഫ്ഐയുടെ 1/4 പോലും ഒരു സംഘടനാ ശേഷിയില്ലാത്ത ഒരു തല്ലിപ്പൊളി സംഘടനയാണ് കോൺഗ്രസ് എന്നാണോ? ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നത്. 5 കോടിയുടെ കണക്കല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു യുവജന സംഘടന ജനങ്ങളിൽ നിന്ന് പണം പിരിക്കാതെ അവരുടെ അധ്വാന ശക്തി കൊണ്ടും മറ്റു പ്രവർത്തനം കൊണ്ടും സമാഹരിച്ച തുകയുടെ 1/4
കേരളത്തിൽ പലവട്ടം ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പിരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇത്രയേ ഉള്ളോ കോൺഗ്രസ്? നിങ്ങൾ വിശ്വസിക്കൂ? വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് രണ്ടാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. വിമർശനത്തെ അടുത്ത കൊള്ളയ്ക്കുള്ള അവസരമാക്കി മാറ്റി. ഒപ്പം ഈ നിമിഷം വരെ ഇവർ പറഞ്ഞ എന്താണ്? ഫണ്ട് ജോയിന്റ് അക്കൗണ്ടിൽ സുരക്ഷിതമാണ്, വീട് പണി 10 ദിവസത്തിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞു തറക്കല്ലിടുന്നതിന് മുമ്പ്. അപ്പോ ആ ഫണ്ട് എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ അന്ന് ഉണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് എവിടെ? ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? ഇത് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെയോ വിമർശനത്തിന്റെയോ ആവശ്യമില്ല. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നു ആദ്യ ഭാഗം നിങ്ങൾ അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ സ്കൂൾ പൂട്ടുന്ന കാര്യം ചൂണ്ടിയിട്ടാണ് എന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണ്. കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ പൂട്ടിയത് UP ആണ്. നമ്മുടെ തൊട്ടടുത്ത കർണാടകയും പൂട്ടി. ഒരേ നയമാണ്. കോൺഗ്രസിനും ബി ജെ പിക്കും ഈ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ, ഇത്തരം ഭരണപരമായ നടപടികളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. അവർ ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിൽ മത്സരം LDF UDF തമ്മിലായതുകൊണ്ട് ഞാൻ UDF കൂടുതൽ വിമർശനങ്ങളിൽ എടുത്തു പറഞ്ഞു വന്നേയുള്ളൂ. എന്നാൽ രാജ്യത്തിന് ഭീഷണിയായിട്ടുള്ള സംഘപരിവാരത്തെ ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളിലും എല്ലായ്പ്പോഴും ശക്തമായി തന്നെ വിമർശിക്കുന്നതാണ്. അങ്ങേക്ക് അത് പരിശോധിക്കാൻ സാധിക്കും. ഇപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് LDF UDF തമ്മിലായതുകൊണ്ട് കൂടുതൽ UDF പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോഴും UDF പിന്തുടരുന്നത് BJPയുടെ നയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിമർശിച്ചത്. ആ വിമർശനങ്ങൾക്കെല്ലാം BJPക്കും അർഹതയുണ്ട്. ഒരു സംശയവും വേണ്ട. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാ പറഞ്ഞത്. ഈ കൊള്ള എനിക്ക് തോന്നുന്നു ഇരട്ടക്കൊള്ളയിലും നിൽക്കൂല എന്നാ തോന്നുന്നു. പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ചതുഷ്കോണ കൊള്ളാന്നോ പഞ്ചകോണ കൊള്ളാന്നോ ഒക്കെ പുതിയ വാക്കുകൾ ചിലപ്പോൾ വേണ്ടി വരേണ്ടി വരും. ഏതായാലും ഒരു കൊള്ളപ്പരമ്പരയുടെ തുടക്കമാണ്. കോൺഗ്രസിനെ ഓർത്ത് കേരളം ദുഃഖിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചേക്കാം. എങ്ങനെ? നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷം വളർത്താനുള്ള തീർത്തും അപലപിക്കേണ്ട അസംബന്ധങ്ങളാണ് പറയുന്നത്. ഞാൻ ഇവരുടെ ഒന്നും സ്റ്റേറ്റ്മെന്റ് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ ഒരു തുരുത്തായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കും പ്രതീക്ഷയുള്ള ഒരു നാട് കേരളമാണ്. ആ കേരളത്തിൽ കൂടി വർഗീയ വിഷം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവർ ഈ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഇങ്ങനെ ഒരു ജിഹാദും ഇല്ല എന്നത് ആധികാരികമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി കേരളം വിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് സംബന്ധിച്ചാണ് വിമർശനമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജോലി തേടിയും മറ്റുമൊക്കെയായി വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കേരളത്തിലല്ല കൂടുതൽ. കേരളത്തിലേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ആരോപണം പറയാൻ പറ്റുമോ? അപ്പൊ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ, വർഗീയ വിഷം കലക്കാനുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രചാര വേലയാണ്. കേരളം അതിനെയെല്ലാം പുല്ലുപോലെ ചവിട്ടി അരച്ച് കളയും എന്നേ പറയാനുള്ളൂ.